ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ. ഒരു ബർത്ത്ഡേ വ്ളോഗ് ഹസ്ബൻഡിൻ്റെ മാമൻ്റെ. അപ്പം വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണണം കേട്ടോ. നല്ല നല്ല റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുറേ വിശേഷങ്ങളാണ് കേട്ടോ. ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഹസ്ബൻഡ് ഇല്ല കേട്ടോ, ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ലീവ് കിട്ടിയില്ല, കുറേ കഷ്ടപ്പെട്ട ലീവൊന്നും ഒപ്പിക്കാനായിട്ട്, പക്ഷേ ലീവ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഓർഡർ മാമൻ എൻ്റെയിലാണ് ഏൽപ്പിച്ചത്. 2 kg വെയിറ്റ് വരുന്നൊരു വാനില കേക്കാണ്. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പം എങ്ങനെ നോക്കിയാലും 2 kgക്ക് പുറത്താണ് വരുന്നത് കേട്ടോ. അത് ഞാൻ മാത്രമല്ല, മിക്കവാറും എല്ലാ ഹോം ബേക്കേഴ്സും അങ്ങനെ തന്നെ കറക്റ്റ് കട്ടയ്ക്ക് അങ്ങ് ചെയ്യത്തില്ല കേട്ടോ. എങ്ങനെയും കുറച്ച് അങ്ങോട്ട് മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ദേ കേക്കൊക്കെ പാക്ക് ചെയ്തു, നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു, നൈഫൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ മടിയിലാണ് കേട്ടോ കേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഷേക്ക് ചെയ്യാതൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് നാത്തൂനെ കൂടെ വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എഴുകോൺ മഹാദേവ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് ഇപ്പം ചെറിയൊരു ഷേക്ക് ഉണ്ടാവും. കാരണം റെയിൽവേ ക്രോസിൻ്റെ ചെറിയൊരു ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് വണ്ടി പാസ് ചെയ്തപ്പം. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്താറായിട്ടുണ്ട്. ഇവിടെയും ഒത്തിരി ചെടികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് കുറച്ച് മുറ്റത്തൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2-3 തരത്തിലെ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. വരിക്കപ്ലാവും, നല്ല വറുക്കാനുള്ളതും വഴറ്റാനുള്ളതും ഒക്കെ വരട്ടി വെക്കാൻ പറ്റുന്നതൊക്കെ പല ടൈപ്പിലുണ്ട്. ഇവിടുന്ന് കിട്ടിയ ചക്കയുടെയാണ് കേട്ടോ 2 ഷോർട്സ് ഞാൻ ഇട്ടത്. ഒരു ചക്ക ഇലയുടെയും അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല. പിന്നെ ഒന്ന് നമ്മുടെ ചക്കപ്പൊട്ടിൻ്റെ കേട്ടോ, അതിൻ്റെയും ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്ന ആ സിറ്റ് ഔട്ടിൽ തന്നെ ഇതേപോലെയൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പം ഇതെന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും, പിന്നെ ഇവിടുത്തെ തന്നെ അത്തയുടെ അപ്പനുമാണ് കേട്ടോ. അങ്ങനെ കുറേ ചക്കയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വരിക്കയും ഇപ്പം ഇതിപ്പോൾ കോഴിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് വായന കുറച്ച് സമയം നിർത്തി വെച്ചിട്ട് ഇവിടെ ഫുഡ് കഴിക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പം ഊണൊക്കെ ഇവിടെ വരുത്തിയതാണ്. അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ, അതായത് ഹസ്ബൻഡിൻ്റെ ചിത്തിയുടെ മോനാണെങ്കിൽ വീഡിയോ ഞാൻ വ്ളോഗ് എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പം കറക്റ്റായിട്ട് നിന്ന് വെറുതെ ഒരു പോസൊക്കെ തന്നിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി എല്ലാവരും കുറേ ദിവസമായിട്ടോ എല്ലാവരെയൊക്കെ കണ്ടിട്ട്. ഇതേപോലെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കൂടെയൊക്കെ ഒന്ന് ഒത്തുകൂടുന്നത്. എല്ലാവരെയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു, സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കൂടെ ഹസ്ബൻഡ് ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നേ. അങ്ങനെ മാമന്മാരൊക്കെ ഇപ്പോൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ, അതായത് എൻ്റെ അത്തയുടെ വലിയൊരു ഫാമിലിയാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാൽപ്പായസമായിരുന്നു കേട്ടോ. ഇത് സേമിയ അല്ലായിരുന്നു, പാൽപ്പായസം അരിയായിരുന്നു കേട്ടോ, അമ്പലപ്പുഴ പാൽപ്പായസം പോലത്തെ. അപ്പം ഇവിടങ്ങളിലെന്ന് പറഞ്ഞാൽ പായസം കൊടുക്കുമ്പോൾ ഇതേപോലെ വെള്ള നാരങ്ങയുടെ അച്ചാറും കൂടെ കൊടുക്കും കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു പായസമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും വായന തുടങ്ങണം. നമ്മുടെ വീട്ടിൽ തന്നെ വായിക്കാൻ വരുന്ന മനക്കര രാജീവണ്ണനും പിന്നെ വേറൊരാളും കൂടെ ആണ് കേട്ടോ. അപ്പം ഇവിടെ മാമൻ്റെ ബർത്ത്ഡേക്ക് വന്നപ്പോഴാണ് പിന്നെ മാമൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. എനിക്ക് പിന്നെ ബർത്ത്ഡേക്ക് എല്ലാവരെയും വിളിക്കണം, വായനയൊക്കെ നടത്തണം, പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പം വീട്ടിൽ വായന നടത്തുന്നത് എന്തായാലും നല്ല ഐശ്വര്യമുള്ള കാര്യമല്ലേ. അപ്പോൾ അനിയൻ വെറുതെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ചുമ്മാ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കമ്പനിയാണ് കേട്ടോ എല്ലാവരുമായിട്ടും. അങ്ങനെ പിന്നെ കുട്ടീസൊക്കെ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കുവാണ്. സൈക്കിൾ ഓട്ടിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരുടെയും മക്കളുമാരൊക്കെ കുറേ പിള്ളേരുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ മാമൻ്റെയും അത്തയുടെയൊക്കെ ഫോട്ടോയും, പിന്നെ മാമനാണെങ്കിൽ KCBയിൽ AE ആയിരുന്നേ. അപ്പം പെൻഷനായപ്പോൾ ഉള്ള ഫോട്ടോയും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ ഫോട്ടോസൊക്കെയാണ് ഇപ്പോഴും മങ്ങാതിരിക്കുന്നത്. പിന്നെ കേക്ക് കട്ടിങ് സെറമണിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഇതേപോലെ കേക്കൊക്കെ പിന്നെ വായി വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ടൊക്കെ വന്നിങ്ങനെ അടുത്തേക്ക് വരുന്നത്. മാമൻ്റെ മരുമോളുണ്ട്, പിന്നെ മോളുണ്ട്. മോള് മുംബൈയിൽ നിന്ന് വന്നതാണ്, അവളവിടെ ഹോസ്പിറ്റൽ നേഴ്സാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതേപോലെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മാമനും ഇതേപോലെ പോയി നിൽക്കുന്നതാണ് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തും ഇതേപോലെ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഞങ്ങൾക്ക് കണ്ണ് നിറയുന്നൊരു സംഭവമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല,
ഇത്രയും ആൾക്കാർ കൂടിയ സമയത്തും ഇത്രയും സഹോദരങ്ങളെല്ലാം നിന്ന സമയത്തും ഞങ്ങളെ വിട്ടു പോയത് എൻ്റെ അത്തയും പിന്നെ ഹസ്ബൻഡിൻ്റെ മൂത്ത മാമനും മാമൻ്റെ ഭാര്യ അത്തയാണ് കേട്ടോ. അപ്പം അവരുടെ മക്കളും പിന്നെ മരുമോളും ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു നിമിഷം കണ്ണങ്ങ് വല്ലാതെ നിറഞ്ഞു പോയി. കാരണം അവരുടെ വേർപെടലെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കുട്ടീസിനെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി നല്ല മുരുമൊരാന്നുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയും നല്ല ചായയൊക്കെ കുടിച്ചേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വായനയൊക്കെ നിർത്താൻ നേരത്ത് ഇതേപോലെ ആരതിയൊക്കെ ഒഴിഞ്ഞു. എല്ലാവരും ആരതിയൊക്കെ തൊട്ട് തൊഴുതു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഫലമൊക്കെ പറയും കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം ഏറ്റവും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഈ സിറ്റ് ഔട്ടിലിരുന്ന് ഒരിക്കലെങ്കിലും ഒന്ന് മഴ കാണണമെന്ന്. അതെന്തായാലും സാധിച്ചു കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീടെത്താറായപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളേ.